Welcome to Mahima's cooking class. Another video il vegetable stock egane undakkuna namukku kaanam. Vegetable stock ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു 2.5 ലിറ്റർ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചേക്കാണ്. ഇവിടെ വെള്ളം തിളയ്ക്കാൻ തുടങ്ങുന്നു. ഇനി നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഇതിനകത്തേക്ക് ചേർക്കണം. അതിനായിട്ട് ഞാൻ 2 തണ്ട് സെലറിയാണ് ഉപയോഗിക്കുന്നത്. റഫായിട്ട് ചോപ്പ് ചെയ്ത് അതിൻ്റെ ഇലയും കൂടെ ഉപയോഗിക്കാം. ഒരു സവാള ഒന്ന് റഫായിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കാം. ഒരു ക്യാരറ്റ് വലിയ പീസസ് ആയിട്ട് സ്ലൈസ് ചെയ്തത്. ഞാൻ ഇവിടെ ഒരു 6 ബീൻസ് എടുത്തിട്ടുണ്ട്, അതും ഇതേപോലെ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. ഒരു ബേലീഫ്, ഒരു ടീസ്പൂൺ പെപ്പർകോൺസ് കുരുമുളക്. പിന്നെ നമുക്ക് സ്റ്റോക്കിന് നല്ല ഫ്ലേവർ കൊടുക്കാനായിട്ട് നമുക്ക് വെളുത്തുള്ളി ചേർക്കും. വെളുത്തുള്ളി ചേർക്കുമ്പോൾ ഒരു കുടവായിട്ട് തന്നെ ചേർക്കുക. അത് നന്നായിട്ട് കഴുകിയ ശേഷം വേണം ഉപയോഗിക്കാനായിട്ട്. നമ്മളെ സ്കിന്നോട് കൂടാണ് ഫ്ലേവർ പോകാണ്ട്. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരെണ്ണം മതിയാവും. ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് ഞാൻ 2 എണ്ണം ഉപയോഗിക്കുകയാണ്. നമ്മൾ വെജിറ്റബിൾസും എല്ലാം ഇട്ട് നന്നായിട്ട് തിള വരുമ്പോൾ സിമ്മറിൽ 1 മണിക്കൂർ വേണം കുക്ക് ചെയ്യാനായിട്ട്. അടച്ചു വെച്ച് 1 മണിക്കൂർ സിമ്മർ ചെയ്യുക. അപ്പോൾ എപ്പോഴും ഓർക്കുക, നമുക്ക് ഉള്ള വെജിറ്റബിൾസ് ഒക്കെ ഇടാം. ഇപ്പോൾ നമ്മൾ മല്ലിയില അതിൻ്റെയൊക്കെ തണ്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ക്യാരറ്റൊക്കെ അരിയുമ്പോൾ അതിൻ്റെ അറ്റം നമ്മൾ കളയുന്ന ഭാഗമൊക്കെ വേണമെങ്കിൽ നമുക്ക് സ്റ്റോക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ എല്ലാ കുക്കിങ്ങിനും പറ്റിയ ഒരു സ്റ്റോക്കാണ്. ചൈനീസ് ആണെങ്കിലും കോണ്ടിനെൻ്റലാണെങ്കിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചേക്കുന്നത്. തീ കുറച്ച് 1 മണിക്കൂർ നമ്മൾ ചെറിയ ഫ്ലെയിമിൽ 1 മണിക്കൂറോളം ലോ ഫ്ലെയിമിൽ സിമ്മർ ചെയ്യുമായിരുന്നു. ഇനിയും ഇത് ഓഫ് ചെയ്ത ശേഷം നമുക്ക് അരിച്ചെടുക്കാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന വെജിറ്റബിൾ സ്റ്റോക്ക് നമ്മൾ 2.5 ലിറ്റർ വെള്ളം വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ അളവിൽ നമുക്ക് കിട്ടുന്നത് 8 to 9 ഗ്ലാസസ് ഓഫ് അല്ലെങ്കിൽ കപ്സ് സ്റ്റോക്കാണ് കിട്ടുക. അപ്പോൾ സ്റ്റോക്ക് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റിൻ്റെ പ്രിപ്പറേഷന്, ബിരിയാണി അല്ലെങ്കിൽ പുലാവ് ഒക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് സ്റ്റോക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ സ്റ്റോക്ക് സൂക്ഷിക്കുന്നത് ഒന്നുകിൽ സെയിം ഡേ തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എപ്പോഴും ഫ്രിഡ്ജിൽ ഒരാഴ്ചയൊക്കെ നമുക്ക് വെക്കാം. ഫ്രീസറിലാണെങ്കിൽ 2 to 3 months നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്.